Monetary working capital adjustment. Monetary working capital refers to the aggregate of account receivable and prepayment less account payable and accruals. Monetary working capital എന്ന് പറഞ്ഞെങ്കിൽ it is the difference between trade debtors and trade creditors. Due to increase in prices, additional monetary working capital required for efficient and profitable operation of the enterprise. സോ കറണ്ട് കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കോസ്റ്റ് കൂടും. ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വരും. ഒരു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വരും. സോ ആ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻഷുർ the additional net monetary working capital required purely on account of increase in price levels. So ഇതാണ് തേർഡ് ലൈനിലും പറയുന്നത്. പ്രൈസ് ലെവൽ ഇൻക്രീസസ് ഉണ്ടാകുന്ന സമയത്ത് ഇൻപുട്ട് കോസ്റ്റ് കൂടും. ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കോസ്റ്റ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻപുട്ട് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ഇൻപുട്ട് കോസ്റ്റ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആ ഇൻപുട്ട് കോസ്റ്റ് കൂടുന്ന സമയത്ത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണ്ടി വരും. അപ്പം നമുക്ക് ആ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ MWCA. സോ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ഏതൊരു പെർട്ടിക്കുലർ കമ്പനിയുടെ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നെറ്റ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അക്കൗണ്ട് റിസീവബിൾ മൈനസ് അക്കൗണ്ട് പേയബിൾ ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അക്കൗണ്ട് റിസീവബിൾ 20,000 on 1st January 20,000. അക്കൗണ്ട് പേയബിൾ 1st January 11,000. അക്കൗണ്ട് റിസീവബിൾ 31st December 36,000. അക്കൗണ്ട് പേയബിൾ 31st December 2019 18,400. നെക്സ്റ്റ് നമുക്ക് ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ ആൻഡ് പ്രൈസ് ഇൻഡെക്സ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന രണ്ട് ഇൻഡെക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ ഓപ്പണിംഗ് 200 ആൻഡ് ക്ലോസിംഗ് 230. പ്രൈസ് ഇൻഡെക്സ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് 150, ക്ലോസിംഗ് 180. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും റീസ്റ്റേറ്റ് ചെയ്യണം. അക്കൗണ്ട് റിസീവബിൾ ആൻഡ് വൺ മോർ തിങ്, ഈ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. അതും ആദ്യം ഓർക്കേണ്ടതാണ്. സോ അക്കൗണ്ട് റിസീവബിൾ റീസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ കൺവേർഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് രണ്ട് ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. അക്കൗണ്ട് റിസീവബിളിൽ നമ്മൾ ഉപയോഗിക്കുക ഏത് ഇൻഡെക്സ് ആയിരിക്കും എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അക്കൗണ്ട് റിസീവബിൾ ആണ്, റിസീവിങ് ആണ്. അപ്പം എന്തെങ്കിലും ഒന്ന് വിറ്റാലായിരിക്കും റിസീവബിൾ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എന്തെടുക്കാം, ഇൻഡെക്സസ് നമുക്ക് അക്കൗണ്ട് റിസീവബിളിൻ്റെ കേസിൽ പരിഗണിക്കാവുന്നതാണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇൻഡെക്സ് രണ്ടെണ്ണം ഉണ്ട്. 150 ഓപ്പണിംഗ് ഇൻഡെക്സും ക്ലോസിംഗ് ഇൻഡെക്സ് 180. ദെൻ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്ന അക്കൗണ്ട് റിസീവബിൾ ബിഗിനിങ്ങിൽ ഒറിജിനേറ്റ് ചെയ്തതോ ക്ലോസിങ്ങിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ല, അത് ഡ്യൂറിങ് ദ ഇയറിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഇൻഡെക്സോ ക്ലോസിംഗ് ഇൻഡെക്സോ എടുക്കാൻ പറ്റില്ല. നമുക്കൊരു ആവറേജ് ഇൻഡെക്സ് എടുക്കണം. ആവറേജ് കൺവേർഷൻ ഫാക്ടർ അല്ലെങ്കിൽ ആവറേജ് ഇൻഡെക്സ് അപ്ലൈ ചെയ്തിട്ടായിരിക്കണം അക്കൗണ്ട് റിസീവബിൾ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. ആവറേജ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇൻഡെക്സ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് 150 ഓപ്പണിങ്ങും 180 തന്നിട്ടുണ്ട്. അപ്പം ആവറേജ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 150 plus 180 divided by 2, 165 is the average index. ഓക്കെ, സോ ഈ ആവറേജ് ഇൻഡെക്സ് ഉപയോഗിച്ച് അക്കൗണ്ട് റിസീവബിൾ തന്നിരിക്കുന്നത് 20,000 ആയിരുന്നു. ആ 20,000 നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ദെൻ ഇൻഡെക്സ് വി ആർ കൺവേർട്ടിംഗ് ടു 165 ഡിവൈഡ് ബൈ ഇൻഡെക്സ് വി ആർ കൺവേർട്ടിംഗ് ഫ്രം 150. സോ 150 ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗിൽ നിന്ന് നിങ്ങൾ ആവറേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അത് ചെയ്യുമ്പോൾ 22,000 കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് അക്കൗണ്ട് പേയബിളിൻ്റെ കേസിൽ നമുക്ക് ഏത് ഇൻഡെക്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അക്കൗണ്ട് പേയബിൾ നോർമലി റൈസ് ചെയ്യുക നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്തായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ. സോ അതുകൊണ്ട് നമുക്കിവിടെ പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. പ്രൈസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഓപ്പണിംഗ് 200 ക്ലോസിംഗ് 230 ഉണ്ട്. അക്കൗണ്ട് പേയബിളും ഒരിക്കലും ക്ലോസിങ്ങിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങിലോ അല്ല ഒറിജിനേറ്റ് ചെയ്യുക. അക്കൗണ്ട് പേയബിൾ ഡ്യൂറിങ് ദ ഇയറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഉണ്ടാകുന്നതാണ് അക്കൗണ്ട് പേയബിൾ. ഡ്യൂറിങ് ദ ഇയറിലാണ് അക്കൗണ്ട് പേയബിൾ
ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവറേജ് ഇൻഡെക്സ് അപ്ലൈ ചെയ്യാം. ആവറേജ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഫോർ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ആയ 200 പ്ലസ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് ആയ 230 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 215 കിട്ടും. 215 ഈസ് യുവർ ആവറേജ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ. സോ 215 വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് പേയബിളിനെ റീസ്റ്റേറ്റ് ചെയ്യാം. 11,000 ആയിരുന്നു അക്കൗണ്ട് പേയബിൾ. ആ 11,000 ഇൻറ്റു 215 ഡിവൈഡ് ബൈ 200 ഇവിടുത്തെ ഓപ്പണിംഗ് ആണ്. So 11,825 and 22,000 അക്കൗണ്ട് റിസീവബിളും 11,825 അക്കൗണ്ട് പേയബിളിലും കിട്ടുന്നു. അതിൻ്റെ ഡിഫറൻസ് 10,175. 10,175 ആണ് വാട്ട് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. 10,175 ആണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ 1st January 2019, അല്ലെങ്കിൽ ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ആണ് 10,175. നെക്സ്റ്റ് നമുക്ക് ക്ലോസിങ്ങിലുള്ള അതായത് 31st December 2019 അക്കൗണ്ട് റിസീവബിൾ എമൗണ്ടും അക്കൗണ്ട് പേയബിൾ എമൗണ്ടും റീസ്റ്റേറ്റ് ചെയ്യാം. അതിന് നമുക്ക് സെയിം ക്ലോസിംഗ് ഇൻഡെക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ആവറേജ് ഫിനിഷ്ഡ് ഗുഡ്സും ദെൻ ക്ലോസിംഗ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയലും ആവറേജ് മെറ്റീരിയൽ ഇൻഡെക്സും അപ്ലൈ ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. ആൻഡ് അക്കൗണ്ട് റിസീവബിളിൻ്റെ കേസിൽ 36,000 ആയിരുന്നു അക്കൗണ്ട് റിസീവബിൾ എമൗണ്ട്. ആൻഡ് ആവറേജ് ഇൻഡെക്സ് വരുന്നത് 165ഉം ക്ലോസിംഗ് ഇൻഡെക്സ് വരുന്നത് 180ഉമാണ്. ഇൻ കേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അക്കൗണ്ട് റിസീവബിളിൻ്റെ കേസിൽ. നെക്സ്റ്റ് അക്കൗണ്ട് പേയബിളിൻ്റെ കേസിൽ അപ്പം 36,000 ഇൻറ്റു 165 ഡിവൈഡഡ് ബൈ 180 ചെയ്യുമ്പോൾ 33,000 കിട്ടുന്നതായിരിക്കും. ദെൻ അക്കൗണ്ട് പേയബിളിൻ്റെ കേസിൽ 18,400 ആണ് അക്കൗണ്ട് പേയബിൾ. ആൻഡ് അക്കൗണ്ട് പേയബിളിൽ നമ്മൾ എടുക്കുന്ന ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ ആണ്. അതിൻ്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ അവിടെ 215 ആവറേജ് ഇൻഡെക്സ് ആണ്. ആവറേജ് കൺവേർഷൻ ഫാക്ടർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അക്കൗണ്ട് പേയബിളിൻ്റെയും അക്കൗണ്ട് റിസീവബിളിൻ്റെയും കേസിൽ. ആൻഡ് 215 ആവറേജ് ഇൻഡെക്സ് ഫോർ മെറ്റീരിയൽ ആണ്. ആൻഡ് 230 ദാറ്റ് ഈസ് ക്ലോസിംഗ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ആണ്. ആൻഡ് അത് 17,200 കിട്ടും. ഇനി 33,000 ആൻഡ് 17,200 ഡിഫറൻസ് 15,800 ആണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 15,800 ആണ്. നെക്സ്റ്റ് ടാസ്ക് യു ഹാവ് ടു കാൽക്കുലേറ്റ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക്. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു റീസ്റ്റേറ്റഡ് ക്ലോസിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് restated opening working capital. That is equal to 15,800 minus 10,175. And monetary working capital adjustment is equal to 5,625. Next, gearing adjustment. Gearing refers to the relationship or ratio of a company's debt to equity. Gearing shows the extent to which a firm's operations are funded by lenders versus shareholders. സോ ഗിയറിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ലിവറേജ് ഷോ ചെയ്യുന്ന റേഷ്യോ ആണ്. ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ലിവറേജ് ഷോ ചെയ്യുന്ന റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അസറ്റ്സ് എത്ര പോർഷൻ ഡെപ്റ്റ് ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുണ്ട്, എത്ര പോർഷൻ ഇക്വിറ്റി ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഗിയറിംഗ് റേഷ്യോ. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തുകൊണ്ട് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് റിലവൻ്റ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് നോർമലി ഫിനാൻസ് ചെയ്യാറ് ബോറോയിങ് വെച്ചിട്ടാണ്. ലൈക്ക് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ അസറ്റ്സ് ഫിനാൻസ് ചെയ്യുക. എസ്പെഷ്യലി ലോങ് ടേം ബോറോയിങ് വെച്ചിട്ടാണ് നമ്മൾ അസറ്റ്സ് ഫിനാൻസ് ചെയ്യുക. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ പീരീഡിൽ അസറ്റ്സിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും ഇഫ് വി ഫോളോ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആണ് നമ്മൾ പരിഗണിക്കുക. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ദി അസെറ്റ് ഇൻഫ്ലേഷണറി പീരീഡിൽ ഇൻക്രീസ് ആവും. ബട്ട് ബോറോയിങ് കറണ്ട് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം എന്താവില്ല, ഇൻക്രീസ് ആവില്ല. കാരണം അതൊരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആണ്, അത് ഫിക്സഡ് ആയിരിക്കും. സോ ഡ്യൂറിങ് ഇൻഫ്ലേഷണറി പീരീഡ് the replacement cost of assets exceeds the borrowing that has financed by them. Okay, so inflationary period അസറ്റ്സിൻ്റെ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കൂടുന്നു. അല്ലെങ്കിൽ സോ ഇൻഫ്ലേഷണറി പീരീഡിൽ കോസ്റ്റ് ഓഫ് അസെറ്റ് കൂടുകയും പക്ഷേ അത് ഫിനാൻസ് ചെയ്ത ബോറോയിങ്ങിൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ
സോ ഇത് ആർക്ക് ബെനിഫിറ്റ് ആവും? ഇത് ആഫ്റ്റർ ഓൾ ബെനിഫിറ്റ് ആവുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ ഇൻഫ്ലേഷണറി പീരീഡിൽ ഇത്തരത്തിലൊരു ബെനിഫിറ്റ് കിട്ടും. ബട്ട് ഡ്യൂറിങ് പ്രൈസ് ഫാളിങ് ഓഫ് പ്രൈസിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തുമായിട്ട്? ഈ കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സുമായിട്ട്. കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡിപ്രീസിയേഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. കറണ്ട് കോസ്റ്റ് ഓഫ് സെയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം, ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ നോർമലി ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരുന്നു. സോ ആ ഒരു ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇഫ് കമ്പനി ഈസ് ഫിനാൻസ്ഡ് ഇറ്റ്സ് അസെറ്റ്സ് യൂസിങ് ഡെപ്റ്റ്. ബോറോയിങ് വെച്ചാണ് കമ്പനി ഫിനാൻസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഉള്ള സിറ്റുവേഷനിൽ ഈ ഒരു ചാർജസ്, ഈ കറണ്ട് കോസ്റ്റ് ചാർജസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റേഷ്യോ ആണ് ഗിയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്യാം. So gearing ratio is equal to average net borrowings divided by average net borrowing plus average equity capital. Here equity capital means shareholders fund. Shareholders fund refers to all funds belonging to shareholders. ഷെയർഹോൾഡേഴ്സിന് അവകാശപ്പെട്ട എല്ലാ ഫണ്ടിനെയും കൂടിയാണ് നമ്മൾ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ബോറോയിങ് ഹിയർ മീൻസ് നെറ്റ് ബോറോയിങ്. നെറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഫിക്സഡ് ഇൻ മോണിറ്ററി ടേംസ് അതർ ദാൻ ദോസ് ഇൻക്ലൂഡഡ് ഇൻ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ കറണ്ട് അസെറ്റ്സ് അതർ ദാൻ ദോസ് സബ്ജക്റ്റ് ടു എ കോസ്റ്റ് ഓഫ് സെയിൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ദോസ് ഇൻക്ലൂഡഡ് വിത്തിൻ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. സോ ദാറ്റ് ഈസ് നെറ്റ് ബോറോയിങ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലയബിലിറ്റിയിൽ ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷനിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിന് നിങ്ങൾ പരിഗണിച്ച സാധനങ്ങൾ ഐറ്റംസ് ഉൾപ്പെടുത്തേണ്ടതില്ല. ദെൻ ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ കറണ്ട് അസെറ്റ്സ്, അതിൽ നിങ്ങൾ കോസ്റ്റ് ഓഫ് സെയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് കൺസിഡർ ചെയ്യേണ്ടതില്ല. Then those included in monetary working capital adjustment include the items നിങ്ങൾ the aggregate of overall current assets പരിഗണിക്കേണ്ടതില്ല. So gearing adjustment ഒരു എക്സാമ്പിൾ നോക്കാം. From the following information calculate amount of gearing adjustment in case of a company which has a capital mix of 40% debt and 60% equity. ഓക്കെ, ലുക്ക്, ഇവിടെ നമുക്ക് ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 40% ഡെപ്റ്റ് ആൻഡ് 60% ഇക്വിറ്റി എന്ന റേഷ്യോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേസിൽ. നെക്സ്റ്റ്, ഇവിടെ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് 10,000, കോസ 5,000, MWCA 5,000. സോ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യം പഠിച്ച പോലെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് അതും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 5,000. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 5,000. ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുക ഈ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് പ്രകാരം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സോ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് 10,000, കോസ 5,000, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് 5,000. സോ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 20,000 നമ്മൾ ചാർജ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ആൻഡ് ഹിയർ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഗിയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു 40% ആണ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഈ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. സോ 20,000 ഇൻറ്റു 40% ഡെപ്റ്റിൻ്റെ റേഷ്യോ ആണ്. 40% ഡെപ്റ്റാണ് ആ കമ്പനിയിലുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000. സോ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 8,000. ആൻഡ് ഈ ഒരു 8,000 നമ്മൾ ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ, MWCA ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് P&L ചാർജ് ചെയ്തെങ്കിൽ ഈ ഒരു ഇതൊരു ബെനിഫിറ്റാണ്. ഈ ബെനിഫിറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവ് നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. ആ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് റിസർവിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഹൈബ്രിഡ് അപ്രോച്ച്.
ഇത് തേർഡ് മെത്തേഡാണ് ഹൈബ്രിഡ് അപ്രോച്ച്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു അപ്രോച്ചസ്, CCA method and CPP method. Financial statements are prepared by combining the factors of CCA and CPP. രണ്ട് കറണ്ട് പർച്ചേസിംഗ് പവർ മെത്തേഡും കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഹൈബ്രിഡ് അപ്രോച്ച്.